ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഓൾറെഡി നമ്മൾ 3 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അത്? ആദ്യകാല രാഷ്ട്രങ്ങൾ നമ്മൾ ചെയ്തതാണ്. അതേപോലെ തന്നെ രാഷ്ട്രവും ഗവൺമെൻറ്റും നമ്മൾ കഴിഞ്ഞു. പിന്നെ ഏതാണ്? ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എന്താണ്? നമുക്ക് ഫസ്റ്റത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്ററിൽ നമുക്കറിയാം മനുഷ്യൻ്റെ പഴയ പുരാതന മനുഷ്യനല്ലേ, അതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കണ്ടോ, എല്ലാ ചാപ്റ്ററിൻ്റെയും ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ആമുഖം കിടപ്പുണ്ട് കേട്ടോ. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. നമ്മൾ എങ്ങനെയാണ് അത് പഠിക്കുന്നത്? പസമജറി അല്ലേ, പസമജറി. ആ ഓർഡർ പഠിച്ചേക്കണേ. ഓക്കെ, നമ്മൾ പിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 49 നവംബർ 26 ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക ദിവസം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? 49 നവംബർ 26. ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേളേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. നമ്മൾ അങ്ങ് പഴയ കാലത്തിലേക്ക്, നമ്മുടെ പൂർവികർ അല്ലേ, അതിലേക്ക് നമ്മൾ അങ്ങ് പോകുവാണ്. ആദിമ മനുഷ്യൻ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങനും പകുതി മനുഷ്യനുമായി അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നു. അതൊരു ആദിമ മനുഷ്യന്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമാണ്. ചോദിക്കുന്നുണ്ട്, പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. ആ ഒരു ടോപ്പിക്ക് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനത് ജസ്റ്റ് വായിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു മനുഷ്യന്റെ പേര് പറയുന്നുണ്ട്. എന്താണ്? ഹൈഡൽബർഗ് മനുഷ്യൻ. എന്താണ്? ഒരു തലയോട്ടി അല്ലേ. അപ്പൊ നമുക്കറിയാം നമ്മുടെ പൂർവികര് അതെ, ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ, എന്താണ്, ട്രീ ചാർട്ട്, നമ്മുടെ എന്താണ് ഫാമിലി ചാർട്ട് തന്നിട്ടുണ്ട്. അതെ, അതായത് നമ്മുടെ അച്ഛന്റെ പേര് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. അച്ഛൻ്റെ അല്ലെ, നമ്മുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും പേര് വരെ നമുക്ക് നോർമലി നമുക്ക് അറിയാവുന്നവരായിരിക്കും. ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ അപ്പൂപ്പന്റെ പേര്, അല്ലെങ്കിൽ അവരുടെ അച്ഛന്റെ പേര്, അവരുടെ അപ്പൂപ്പന്റെ പേര്, അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കണക്ഷൻ കിട്ടാൻ യാതൊരു ചാൻസ്. ചിലപ്പോൾ ഇവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താണ്, ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് നമുക്ക് ലഭിക്കുമായിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ എന്താണ് കിട്ടാൻ വളരെയധികം ചാൻസ് കുറവാണ് അല്ലെ. അത് ചിലപ്പോൾ ഇവർക്ക് ഇവരുടെ അപ്പൂപ്പനായതുകൊണ്ട് ചിലപ്പോൾ ഇവർക്ക് അതും കൂടി അറിഞ്ഞിരിക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയ കാര്യമാണ്. നമുക്ക് മാക്സിമം ഇപ്പോഴത്തെ ജനറേഷന് ചിലപ്പോൾ ഇവിടം വരെയൊക്കെ മാക്സിമം അറിയാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ പൂർവികരെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കേ, അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നതാണ് BCE. ഈ BCEയും സിയുടെയൊക്കെ നമ്മൾ ഫുൾ ഫോം, അന്നോ ഡൊമിനി AD ഒക്കെ നമ്മൾ ഫുൾ ഫോം നമ്മൾ എന്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഡെയിലി ബൂസ്റ്ററിൽ ഒരു പ്രാവശ്യം ഇംഗ്ലീഷിൽ നമുക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. AD ആണെന്ന് തോന്നുന്നു അന്ന് ചോദിച്ചത്. അതേപോലെ AM PM ഒക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വരുന്നതാണ് BCEയും CEയും. കാലഘടന അനുസരിച്ച് ചരിത്രത്തെ നമ്മൾ 2 കാലങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്നെന്താണ്? പൊതുവർഷത്തിന് മുമ്പും, പിന്നെ എന്താണ്? പൊതുവർഷവും എന്ന് പറയും. അതായത് ബിഫോർ കോമൺ എറയും, പിന്നെ എന്താണ്? CE കോമൺ എറ എന്ന് പറയും. അല്ലെങ്കിൽ എന്താണ്? യേശുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ BC എന്താണ്? ബിഫോർ ക്രൈസ്റ്റ്. AD എന്താണ്? അന്നോ ഡൊമിനി എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. ക്രിസ്തുവിന് മുമ്പുള്ള കാലം BC ബിഫോർ ക്രൈസ്റ്റ് എന്നും, ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമുള്ള കാലം AD അന്നോ ഡൊമിനി എന്നും അറിയപ്പെട്ടു. ഇതിനെയാണ് നമ്മൾ BCE എന്നും CE എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, BCക്ക് മറ്റൊരു പേരാണ് BCE. അതേപോലെ CE എന്താണ്? നമ്മുടെ അന്നോ ഡൊമിനി AD ആണ്. നോക്കിക്കേ, ഇങ്ങനെയാണ് നമ്മൾ നൂറ്റാണ്ടുകൾ പറയുന്നത്. 100 വർഷം 100 വർഷം, 100 200 300 അങ്ങനെ അങ്ങനെ പോവുകയാണ്. ഒരു നൂറ്റാണ്ട് എന്നാൽ എത്രയാണ്? 100 വർഷത്തെയാണ് നമ്മൾ ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത് അല്ലെ. സെഞ്ചുറി അല്ലെ, 100 തികയുമ്പോഴല്ലേ നമ്മൾ സെഞ്ചുറി എന്നൊക്കെ പറയുന്നത്. ഒരു ദശലക്ഷം വർഷം എന്നാൽ എന്താണ്? 10 ലക്ഷം. അതായത് 1 മില്യൺ എന്ന് പറയുമ്പോൾ എന്താണ്? 10 വർഷമാണ്, 10 ലക്ഷം വർഷമാണ്. ഓക്കെ, നമുക്കറിയാം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെയാണ് നമ്മൾ ഇപ്പൊ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് 1 മില്യൺ എന്നൊരു ഐഡിയ നമുക്ക് കിട്ടാനായിട്ടുള്ള ഏറ്റവും എളുപ്പം യൂട്യൂബിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റയുടെ ഫോളോവേഴ്സിന്റെ കൗണ്ട് ആയിരിക്കും. നമുക്ക് ഇത്രയും കൂടി ഫെമിലിയർ ആയിരിക്കും ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി മനുഷ്യരുടെ ഉദ്ഭവവും പരിണാമവും. അപ്പൊ നമ്മൾ ഇന്ന് കാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ എങ്ങനെയായിരിക്കും ഈ പണ്ട്, അതായത് ഈ പറയുന്ന
ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചവരെ പറ്റി നമ്മൾ എന്താണ് അല്ലെ അവരുടെ കഥകളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇവരുടെ ഫോസിലുകളിൽ നിന്നോട് ആണല്ലേ. എങ്ങനെയാണ് ആദിമ മനുഷ്യരുടെ ചരിത്രത്തെ പറ്റി അറിയാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ഫോസിലുകളാണ്. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിനും പരിണാമത്തിന്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. നോക്കിക്കേ, എന്താണ് ഫോസിൽ എന്ന് പറഞ്ഞാൽ? പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളെയാണ് നമ്മൾ ഫോസിലുകൾ എന്ന് പറയുന്നത്. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതായത് നമുക്കറിയാം ചിലപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് എന്താണ് ഭൂമിയൊക്കെ കുഴിച്ചു വരുമ്പോഴേക്കും ഭൂമിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന അസ്ഥികൂടവ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ചിലപ്പോൾ അവിടെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ കിട്ടും അല്ലെ. അപ്പൊ എന്താ അതിൽ നിന്നാണ് നമ്മൾ അതെന്ത് ചെയ്യും, നമ്മുടെ സയന്റിസ്റ്റ് ഒക്കെ വന്നിട്ട് അതിന്റെ കാലപ്പഴക്കമൊക്കെ അറിയും. ഇത്ര 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 3000 വർഷം പഴക്കമുള്ളതാണിത്, അല്ലെങ്കിൽ 4000 വർഷം പഴക്കമുള്ള മനുഷ്യന്റെ തലയോട്ടിയാണിത് എന്നൊക്കെ പറഞ്ഞവർ പറയുന്നത്. അപ്പൊ ഇതിന് കണ്ടുപിടിക്കുന്നത് അവരെന്താണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്? ഫോസിലുകളാണ്. മനുഷ്യന്റെ പരിണാമം. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? ചാൾസ് ഡാർവിൻ. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയക്ക് അദ്ദേഹം ഇട്ട പേരാണ് എന്ത്? പരിണാമം. പരിണാമം നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. പരിണാമവും പരിമാണവും. പരിമാണം എന്ന് പറയുമ്പോൾ എന്താണ്? അളവാണ്. പരിണാമം എന്ന് പറയുന്ന ആ ഒരു മാറ്റമാണ്. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ഈ പറയുന്ന മനുഷ്യ പരിണാമത്തെ കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇത് PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? ചാൾസ് ഡാർവിൻ ആണ്. ഏത് വർഷമാണ് അത് പ്രസിദ്ധീകരിച്ചത്? 1859 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചാൾസ് ഡാർവിൻ എന്താണ്? 1809 ഫെബ്രുവരി 12 ജനിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. അദ്ദേഹത്തിന് ജനിച്ച സമയമൊന്നും നമുക്ക് പഠിക്കേണ്ട അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. പക്ഷെ ഇവിടെ പഠിക്കേണ്ടത് ഏതാണ്? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകമാരാണ്? ചാൾസ് ഡാർവിൻ ആണ്. മനുഷ്യരുടെ ഉത്ഭവത്തെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? ചാൾസ് ഡാർവിൻ. മനുഷ്യരുടെ പൂർവികർ. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. സസ്തനികൾ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്തനി എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാം, കുഞ്ഞുങ്ങൾ എന്താണ് മുലയൂട്ടി അല്ലെ, മുലയൂട്ടി വളർത്തുന്നവരെയാണ് നമ്മൾ മെയിൻ ആയിട്ട് സസ്തനികൾ അല്ലെ, പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്നവരെയാണ് നമ്മൾ സസ്തനികൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ എന്താണ് ഫസ്റ്റ് വൺ എന്താണ്? ഹോമിനോയിഡുകൾ. എന്താണത്? 4 കാലിൽ നടക്കുന്നവരാണ് ഹോമിനോയിഡുകൾ എന്ന് പറയുന്നത്. ഹോമിനിഡുകൾ എന്താണ്? അവിടെ എന്താണ്? ഒരക്ഷരം അവിടെ കുറഞ്ഞല്ലേ. അപ്പൊ എന്താണ്? 2 കാലിലാണ്. 4 കാലം എന്നുള്ളത് 2 കാലിലായിട്ട് മാറി. ഇവിടുത്തെ ഒരക്ഷരം അങ്ങ് കുറഞ്ഞു. ഹോമിനോയിഡുകളും ഹോമിനിഡുകളും. അപ്പൊ എന്താണ്? പ്രൈമേറ്റുകൾ എന്തായിട്ട് മാറി? ഹോമിനോയിഡുകൾ. പിന്നീട് എന്തായി? ഹോമിനിഡുകളായി. അവിടെ തന്നെ 2 കാറ്റഗറിയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹോമോ. ഈ ഹോമോയിൽ തന്നെ എന്താണ്? 4 എണ്ണമുണ്ട്. എന്തൊക്കെയാണ്? ഹോമോ ഹാബിലസ്. എന്താണ്? ഹാബിലസ്. ഉപകരണ നിർമ്മാതാക്കളെ പറയുന്നതാണ് ഹോമോ ഹാബിലസ്. ടൂൾ മേക്കേഴ്സ് എന്ന് പറയും. ഹോമോ ഇറക്റ്റ് എന്ന് പറയുന്നത് നേരെ നിൽക്കുക അല്ലെ, നിവർന്ന് നിൽക്കുന്ന മനുഷ്യരെയാണ് ഹോമോ ഇറക്റ്റ്. നെക്സ്റ്റ് ഹോമോ സാപ്പിയൻസ്. ബുദ്ധിയുള്ള മനുഷ്യരെയാണ് ഹോമോ സാപ്പിയൻസ്. അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് മാറി. അപ്പൊ ഈ ഹോമോ എന്ന് പറയുന്നതിന് 3 ഉപവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ്? ഹാബിലസ്, ഇറക്ട്സ്, സാപ്പിയൻസ്. ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ട്സ്, ഹോമോ സാപ്പിയൻസ്. അപ്പൊ ആദ്യം എന്താണ്? പ്രൈമേറ്റുകൾ അല്ലെ. പ്രൈമേറ്റുകളിൽ നിന്ന് ഹോമിനോയിഡുകൾ. പിന്നെ എന്തായി മാറി? ഹോമിനിഡുകൾ. അതിൽ 2 എണ്ണമാണ് ആസ്ട്രലോപിത്തേക്കസും ഹോമോയും. ഇനി മനുഷ്യവികാസത്തിന്റെ ഘട്ടങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം ആദിമ മനുഷ്യൻ വനാന്തരങ്ങളിലാണ് താമസിച്ചിരുന്നത്. കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും അവരുടെ മാംസം ഭക്ഷണമാക്കിയൊക്കെ അവർ ജീവിച്ചിരുന്നു. ഈ ഒരു കാലഘട്ടത്തെ ചുറ്റുപാടിൽ ലഭിച്ചിരുന്ന പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് പറയുന്നത്. അവിടുത്തെ എന്താണ്? ആയുധങ്ങൾ എന്ന് പറയുന്നത് ശിലകളാണ്. ഇനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നമുക്ക് വെങ്കലയുഗമൊക്കെ വരുന്നുണ്ട്.
അപ്പൊ അവിടെ എന്താണ് ഉപയോഗിക്കുന്ന വെങ്കലമായിരിക്കും അല്ലെ ലോഹയുഗം എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്, മധ്യശിലായുഗം അഥവാ മീസോലിത്തിക് ഏജ് എന്ന് പറയും, നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ് എന്ന് പറയും. അങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ശിലായുഗത്തെ. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ പ്രാചീന ശിലായുഗം എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് നോക്കാം നമുക്ക്. അതായത് ഏറ്റവും പണ്ട്, ഏറ്റവും ഓൾഡ് ആണ് പ്രാചീനം. ശിലായുഗത്തിലെ ആദ്യഘട്ടം എന്നറിയപ്പെടുന്നത് പാലിയോലിത്തിക് ആണ്, അല്ലെങ്കിൽ എന്താണ് പ്രാചീനമാണ്. അവിടെ നമ്മൾ ഉപയോഗിച്ച എന്താണ് പരുക്കം കല്ലുകളൊക്കെയാണ്. ശേഖരണവും വേട്ടയാടലും ഒക്കെയാണ് അവർ ഉപജീവന മാർഗമാക്കിയിരുന്നത്. അതിനുശേഷം അതിന്റെ ഒരു മിഡ് ടൈമിലേക്ക് വന്നു മധ്യശിലായുഗം അഥവാ മീസോലിത്തിക് ഏജ് എന്ന് പറയും. എന്താണ് അവിടെ? സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. ചുമ്മാ കല്ലുകളല്ല. അവർക്ക് മനസ്സിലായി, ഞാൻ ഈ കല്ല് ഇങ്ങനത്തെ കല്ലുകൊണ്ട് വെറുതെ ഇടിച്ചു കൊല്ലുന്നതിനേക്കാൾ ഈ കല്ല് കൂർപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിനെ കുത്തി കൊല്ലാൻ എളുപ്പമാണ് അല്ലെ. ഇപ്പൊ ഒരു കമ്പാണെങ്കിലും വെട്ടാൻ എളുപ്പമാണെന്നൊക്കെ അവൻ കണ്ടുപിടിക്കും. കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആവശ്യമാണല്ലേ ഓരോന്നിന്റെയും സൃഷ്ടാവെന്ന് പറയുന്നത്. അപ്പൊ അവന്റെ ആവശ്യങ്ങളും കൂടുന്നതനുസരിച്ച് അവന്റെ ബുദ്ധിയും എന്ത് ചെയ്യും, ഡെവലപ്ഡ് ആവുന്നുണ്ട്. സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി. നമ്മൾ ആദ്യം പറഞ്ഞു പ്രാചീന ശിലായുഗം വന്നപ്പോഴേക്കും അവൻ എന്താണ് ഈ പറയുന്ന വേട്ടയാടിയൊക്കെ ആയിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവന് മനസ്സിലായി, ഈ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന പുല്ലുകളും മത്സ്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭക്ഷണമാക്കി കഴിക്കാൻ പറ്റും. പിന്നെ ആ സമയത്താണ് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, മൃഗത്തോലും മരത്തോലും ഒക്കെ ഇലകളും വസ്ത്രങ്ങളാക്കി മാറ്റാനായിട്ട് തുടങ്ങിയത്. അപ്പൊ പ്രാചീന ശിലായുഗത്തിൽ എന്താണ് ഈ പറയുന്ന വസ്ത്രത്തിന്റെ ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. മധ്യശിലായുഗം വന്നപ്പോൾ എന്താണ് അവന് സ്വയം തോന്നി തുടങ്ങി, എത്തി നാണോക്ക് വെച്ചല്ലേ. അപ്പൊ അവൻ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഈ വേട്ടയാടി കിട്ടുന്ന മൃഗത്തോലൊക്കെ എടുത്തിട്ട് ശരീരം കവർ ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്തതാണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്, നവീന ശിലായുഗം. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു. കല്ലുകൊണ്ട് തന്നെയാണെങ്കിലും അവിടെ എന്താണ് ഉപകരണങ്ങൾക്കൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി അവരെന്താണ് കുറച്ചും കൂടിയൊക്കെ മിനുസപ്പെടുത്തി കൃഷി ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, കൃഷി ആരംഭിക്കുന്നത് ഏത് സമയത്താണ്, നവീന ശിലായുഗത്തിലാണ്. ചക്രം കണ്ടുപിടിച്ചു. മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയൊക്കെ ചെയ്തത് നവീന ശിലായുഗമാണ്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്, ഉപകരണങ്ങൾ തന്നെ കല്ല് തന്നെയാണോ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് ശിലായുഗം എന്ന് പറയുന്നത്. അവിടെ തന്നെ എന്താണ് പരിഷ്കരിക്കപ്പെട്ട കല്ലുകളാണ് ഉപയോഗിച്ചത്. കണ്ടോ, ഇവിടെ ചെറിയൊരു കോടാലിയുടെ രൂപത്തിലാക്കി മരമൊക്കെ വെച്ച് അവർ സെറ്റാക്കി എടുത്തു. കൃഷി ആരംഭിച്ചു, ചക്രം കണ്ടുപിടിച്ചു. ഇതെല്ലാം എന്തായിരുന്നു, ആ പറയുന്ന സമയത്തെ വമ്പിച്ച മാറ്റങ്ങളായിരുന്നു അല്ലെ. പിന്നീട് എന്താണ് പറയുന്നത് നോക്കിക്കേ. നെക്സ്റ്റ് ഭീംബേട്ക ഗുഹകളെ പറ്റിയാണ്. ഈ ഗുഹകളെ പറ്റി പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭീംബേട്ക. സ്ഥലം എവിടെയാണ്, മധ്യപ്രദേശാണ്. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെ കുറിച്ച് ഇവിടത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അവരുടെ ആശയവിനിമയത്തിന്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ. ഓക്കെ, അപ്പൊ ഭീംബേട്ക എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഗുഹാചിത്രങ്ങളൊക്കെ ലഭിച്ച സ്ഥലമാണ് ഭീംബേട്ക. അത് എവിടെയാണ് ഭീംബേട്ക, മധ്യപ്രദേശ്. മധ്യപ്രദേശ് ഭീംബേട്ക പഠിച്ചു വെക്കണേ, ഉറപ്പായിട്ടും കയറി ചോദിക്കാം. ഈ LP-UP കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ നോക്കണേ. കാര്യം നമുക്ക് LP-UP നദീതട സംസ്കാരം എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി LGS ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, ഡിഗ്രി ലെവലിൽ ആയിക്കോട്ടെ, എന്തിനും ഇത് എടുത്തു പറയുന്നില്ലെങ്കിൽ പോലും എന്താണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കാറുണ്ട് സംസ്കാരങ്ങളെ പറ്റി. പക്ഷെ നമ്മുടെ LP-UP വ്യക്തമായിട്ട് ഈ ഒരു സിലബസ് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്, 3 തരം ശിലായുഗങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു, പ്രാചീനം, മധ്യം, നവീന ശിലായുഗം എന്നുള്ളത്. ഇനി പറയുന്നത് കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. അങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കൃഷി ആരംഭിച്ചതോടുകൂടിയാണ് മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയത്. കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലായിരുന്നു. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം അനിവാര്യമായി വന്നു. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളിലെ വന്യജീവികളിൽ നിന്നും സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങളുടെ സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു. അപ്പൊ മനുഷ്യൻ എന്താണ്, അലഞ്ഞു തിരിഞ്ഞു നടന്ന മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, കൃഷിയായിരുന്നു. വാസസ്ഥലങ്ങൾ. അപ്പൊ സ്ഥിരവാസത്തിന് എന്ത് വേണം, അവന് വാസസ്ഥലങ്ങൾ വേണം. അല്ലെങ്കിൽ എന്താണ്, അവൻ ഇങ്ങനെ നടക്കണ വഴിക്ക് എന്താണ്, വല്ല മലയുടെ മേളിലോ മരത്തിന്റെ മേളിലോ അല്ലെങ്കിൽ വല്ല ഗുഹയുടെ അകത്തൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. ഇപ്പൊ എന്താണ്, നമുക്കറിയാം ഈ കൃഷി എന്ന് പറയുന്നത് കൂടുതലും എവിടെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്, കൂടുതലും നദീതീരങ്ങളിലാണ്. നമ്മൾ നേരത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നദീതീരങ്ങളിൽ ഈ പറയുന്ന ഗുഹയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ കുടിൽ പോലെയൊക്കെ കെട്ടാൻ തുടങ്ങി. ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റപ്പെട്ട് ഇങ്ങനെ തോന്നിയ പോലെ നടക്കുന്നവൻ എന്താണ്, സംഘം
ചേർന്ന് ജീവിക്കാനായിട്ട് തുടങ്ങി. അവനൊരു സാമൂഹിക ജീവിതം നയിക്കാനായിട്ട് തുടങ്ങി. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ, അതായത് എന്താണ്, ഇപ്പൊ ആദ്യമേ എന്തായിരിക്കും, അവിടെ ഒരു വീടായിരിക്കും വരുന്നത്, വേറൊരാളും കൂടി വന്നിട്ട് അവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു സെറ്റപ്പ് തുടങ്ങി, അവനും അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി, അവനും അവിടെ വീട് വെച്ചു. അങ്ങനെ പതിയെ പതിയെ ആൾക്കാരുടെ എണ്ണം കൂടി 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 അതൊരു കൊച്ചു ഗ്രാമമായിട്ട് മാറും. പിന്നീട് എന്താണ്, അത് കൊച്ചു നഗരമായിട്ട് മാറും. ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന നഗരങ്ങൾ. നമ്മളിപ്പോൾ കാണുന്ന ഈ നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പൊ കറന്റ് ആയിട്ടുള്ള സിറ്റികളും ഒക്കെ എന്താണ് ഈ പറയുന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പൊ കാണുന്നത് ഗ്രാമങ്ങളൊന്നും ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറകോട്ടം ചിന്തിച്ചു നോക്കി, ചിലപ്പോൾ നമ്മൾ വളർന്ന സാഹചര്യം അതൊക്കെ ശരിക്കും നല്ലൊരു ഗ്രാമപ്രദേശമായിരുന്നിരിക്കാം. ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ്, നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് പണ്ടൊക്കെ നമ്മൾ ഓടിക്കളിച്ചും അല്ലെ പാടത്തും പറമ്പും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ അവിടെ എന്താണ്, വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ്, നഗരങ്ങളായിട്ട് മാറി. അത് തന്നെയാണ് മനുഷ്യൻ പണ്ട് കാലങ്ങളിലും ചെയ്തിരുന്നത്. അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ സംഘടിതമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പതിയെ പതിയെ അവിടെ ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ വികസിച്ച് വരാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നമ്മുടെ ശിലായുഗം കഴിഞ്ഞിട്ട് വീണ്ടും അവൻ എന്താണ്, ലോഹങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് വരുവാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മള് മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പായിരുന്നു. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ലോഹയുഗം എന്ന് വിളിക്കുന്നത്. ലോഹയുഗം. മണ്ണുഴുതു മറിക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെയുള്ള കാഠിന്യവും ഉറപ്പും എന്തായിരുന്നു? ചെമ്പിന് കുറവായിരുന്നു. അതിനാൽ അവൻ എന്ത് ചെയ്തു? ചെമ്പും ഈയവും ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം, അതായത് എന്താണ്, കോപ്പറും ടിന്നും ചേർത്തിട്ട് അവൻ എന്തുണ്ടാക്കി? വെങ്കലം എന്ന ലോഹസങ്കരം നിർമ്മിച്ചു. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് വെങ്കലയുഗം എന്നറിയപ്പെട്ടത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ശിലായുഗം കഴിഞ്ഞു, കല്ലിന്റെ ഇടപാടൊക്കെ കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? പതിയെ പതിയെ അവൻ എന്താണ്, ലോഹങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ ചെമ്പാണ് ആദ്യമായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ചത്. അതിനുശേഷം അപ്പൊ ആ കാലഘട്ടം ലോഹയുഗം എന്നറിയപ്പെട്ടു. പക്ഷെ എന്താണ്, മണ്ണ് ഉഴുതുമറിക്കുമ്പോഴേക്ക് എന്താണ്, ചെമ്പെന്ന് പറയുന്ന വളരെ കട്ടി കുറഞ്ഞ സാധനമാണ്, അത് ഒടിഞ്ഞു പോകാൻ തുടങ്ങി, മരം മുറിക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും അവന്റെ ആവശ്യങ്ങൾ അവിടെ കൂടിയപ്പോൾ അവൻ എന്ത് ചെയ്യും? അതിന് പുതിയ ബദൽ മാർഗം അവൻ അന്വേഷിച്ചു. അങ്ങനെയാണ് ഈ പറയുന്ന ചെമ്പും ഈയവും കൂടി കൂട്ടിച്ചേർത്തപ്പോഴേക്കും അവന് മനസ്സിലായി ഈ കിട്ടിയ സാധനത്തിന് എന്താണ്, കുറച്ച് കട്ടിയും ബലവും ഒക്കെ ഉണ്ട് അല്ലെ, മരം മുറിക്കാനൊക്കെ ഇതിനെ കൊണ്ട് പറ്റുമെന്ന് മനസ്സിലായി. ആ ഒരു സംഭവത്തെ പറയുന്ന പേരാണ് വെങ്കലം അല്ലെ. എന്താണ്? ചെമ്പും ഈയവും കോപ്പറും ടിന്നും ചേർത്താണ് വെങ്കലം ഉണ്ടായത്. വെങ്കലം എന്ന ലോഹസങ്കരം. ഇത് നമ്മുടെ കെമിസ്ട്രി പോർഷനിൽ കയറി ചോദിക്കാറുണ്ട് അല്ലെ. വെങ്കലം നിർമ്മിച്ചിരിക്കുന്ന എന്തൊക്കെ തമ്മിലാണ്? ചെമ്പും ഈയവും ആണ് വെങ്കലം നിർമ്മിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വെങ്കല യുഗത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായിട്ട് മാറി. അതായത് പണ്ട് കാലങ്ങളിൽ ഇപ്പൊ പറയുന്ന കല്ലൊക്കെ കൊണ്ട് അവൻ കുത്തി കുത്തി ഇളക്കി ഒരു ടൈം എടുക്കും. അവൻ ആ കിട്ടുന്ന ചിലപ്പോൾ എന്താണ്, അവന്റെ ഒരു കുഞ്ഞു പ്രദേശമാണെങ്കിലും അതൊന്ന് ഉഴുതു മറിച്ചെടുക്കാനായിട്ട്. വെങ്കലം കിട്ടിയപ്പോൾ കുറച്ചും കൂടി മൂർച്ചയുണ്ടതിന്. അവൻ എന്താണ്, കുറച്ച് അധികം സ്പേസ് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഡെയിലി അവന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അല്ല, അപ്പൊ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കാൻ പറ്റിയില്ലേ? കൃഷിയിടങ്ങൾ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്താണ്, ഞാൻ കഷ്ടപ്പെട്ട ഇത്രയുള്ളൊരു പ്രദേശത്തിൽ ഞാൻ കഷ്ടപ്പെട്ടത് ഇവിടം വരെ ഞാൻ എന്ത് ചെയ്തു? നന്നായിട്ട് കിളച്ച് മറിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഇത്രയും ഭാഗത്താണോ കൃഷി ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഞാൻ അതോടെ മാക്സിമം സ്ഥലം ഞാൻ എന്ത് ചെയ്യാൻ നോക്കും? യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും അല്ലെ. അപ്പൊ എന്താണ്, സ്വാഭാവികമായിട്ടും കാർഷികോൽപാദനം അവിടെ വർദ്ധിക്കുന്നുണ്ട്. കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. അപ്പൊ എന്ത് ചെയ്തു? എനിക്ക് വേണ്ടത് ഇത്ര സ്ഥലത്ത് സാധനങ്ങൾ മതി അല്ലെ. എനിക്കിപ്പോ എന്താണ്, അരി, എനിക്ക് ഇത്രയും സ്ഥലത്തുള്ള അരി മതി എന്റെ വീട്ടിലൊക്കെ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഇത്രയും സ്ഥലത്ത് കൃഷി ചെയ്തു. അപ്പൊ എന്താണ്, എനിക്ക് സാധനങ്ങൾ എന്റെ കൈവശം കൂടി. സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? അതാണ് നമ്മൾ പഠിക്കുന്നത് ബാർട്ടർ സമ്പ്രദായം അല്ലെ. എന്റെ കയ്യിൽ കൂടുതലുള്ള സാധനം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരാൾക്ക് കൊടുത്തു. അവന്റെ കയ്യിലുള്ള സാധനവും എനിക്ക് ആവശ്യമുള്ളമായ സാധനം എന്ത് ചെയ്യും? ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങും. അങ്ങനെയാണ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം വന്നു അല്ലെ. പിന്നീട് എന്ത് പറ്റി? ഈ കൈമാറ്റങ്ങൾ ഇത്രയും കൂടി പ്രോപ്പർ ആവാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു കൈമാറ്റ കേന്ദ്രങ്ങൾ, നമ്മൾ മാർക്കറ്റുകൾ, ചന്തകളൊക്കെ രൂപീകരിക്കാൻ തുടങ്ങി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു. കേട്ടോ, നമ്മൾ ഇന്നത്തെ കാണുന്ന ആ ഒരു ജനറേഷനിലേക്ക് എത്താനായിട്ട് എത്രയോ വർഷങ്ങൾ, എത്രയോ മനുഷ്യരുടെ അല്ലെ പതിയെ അവൻ ഈ ഒരു ലെവലിലേക്ക്, ഇത്രയും ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് ചിന്തിക്കുക. ചിലപ്പോൾ കുറെ നാൾ കഴിയുമ്പോഴേക്കും ഈ പറയുന്ന രീതിയൊന്നും ആയിരിക്കില്ല നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത്. അവർക്ക് എന്താണ്, ഇതും നമ്മുടെ ഇന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് അന്നൊരു ഹിസ്റ്ററി ആയിരിക്കും അല്ലെ. അവർ പഠിക്കാനും ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ ഈ ചരിത്രവും കാര്യങ്ങളും ഒക്കെ അല്ലെ. സെയിം തന്നെയാണ്. നമ്മുടെ പൂർവികരുടെ പഠിക്കുന്നു, നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? നമ്മുടെ കഥകൾ പഠിക്കുന്നു.
ഇനി നോക്കിക്കേ, വെങ്കലയുഗ സംസ്കാരങ്ങൾ. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള 4 സംസ്കാരങ്ങളെ പറ്റിയാണ്. ഹാരപ്പൻ, മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്. ഈ 4 സംസ്കാരങ്ങളുടെയും ഇൻട്രൊഡക്ഷൻ ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. വെങ്കലയുഗ സംസ്കാരത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്താണ് സിവിലൈസേഷൻസ് രൂപപ്പെടാൻ തുടങ്ങി. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇതാണ് ഇതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാവേ, 1 മിനിറ്റ്. നോക്കിക്കേ, ഇതാണ് നമ്മുടെ സംസ്കാരങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ നോക്കിക്കേ, ഫസ്റ്റ് വൺ പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഇത് അറ്റത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഇവിടെ നോക്കിക്കേ, നൈൽ നദിയാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ഇവിടെ നോക്കിക്കേ, മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഇവിടെ എന്തുണ്ട്? യൂഫ്രട്ടീസ് നദിയുണ്ട്, ടൈഗ്രിസ് നദിയുണ്ട്. ഇവിടെയാണ് ഹാരപ്പൻ സംസ്കാരം, നമ്മുടെ ഇന്ത്യയായിട്ടൊക്കെ അടുത്താണ്. അപ്പൊ എന്ത് വരും? സിന്ധു നദിയുണ്ട് അവിടെ. ഇവിടെയാണ് ചൈനീസ് സംസ്കാരം. ഇവിടെ എന്താണ്? ഹൊയാങ് ഹോ നദിയുണ്ട്. ഹൊയാങ് ഹോ അല്ലെ, നമ്മൾ ചൈനീസിൽ ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്, ഹൊയാങ് ഹോ. ഹൊയാങ് ഹോ നദിയുമുണ്ട് അവിടെ. ഇനിയിപ്പോ നോക്കിക്കേ, നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പറയുന്ന സിവിലൈസേഷൻ അല്ലെങ്കിൽ സംസ്കാരങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന നദികളുടെ തീരത്താണ്. അതാണ് നമ്മൾ പറഞ്ഞത്, മനുഷ്യൻ എന്താണ് സ്ഥിരതാമസമാക്കിയാനും കൃഷി ചെയ്യാനും എല്ലാം അവൻ തിരഞ്ഞെടുത്ത നദീതീരങ്ങളായിരുന്നു. അപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട നദി ഏതാണ്? നൈലാണ്. മെസപ്പൊട്ടോമിയ ആണെങ്കിൽ യൂഫ്രട്ടീസും ടൈഗ്രിസുമാണ്. അതേപോലെ സിന്ധു നദിയാണെങ്കിൽ ഹാരപ്പൻ സംസ്കാരമാണ്. ഓക്കെ, അതേപോലെ ചൈനീസ് ആണെങ്കിൽ ഹൊയാങ് ഹോ ആണ്. ദേ കിടക്കുന്നു. ആ ഒരു ബോക്സ് ഫില്ല് ചെയ്യാനാണ് നമുക്ക് അടുത്തത് വേണ്ടത്. നോക്കിക്കേ, ജസ്റ്റ് നമുക്ക് പറഞ്ഞു നോക്കാം. മെസപ്പൊട്ടോമിയൻ എന്താണ്? മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? 2 നദികൾക്കിടയിലെ പ്രദേശം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്താണ് അല്ലെ, 5ാം ക്ലാസ്സിൽ. അപ്പൊ ഏതൊക്കെയാണ് അവിടെ? യൂഫ്രട്ടീസും ഉണ്ട്, അതേപോലെ തന്നെ ടൈഗ്രിസും ഉണ്ട് അല്ലെ, ടൈഗ്രിസ്. ഈജിപ്ഷ്യന്റെ ഏതാണ്? നൈലാണ്. ഹാരപ്പൻ ഏതാണ്? സിന്ധു നദീതടം അല്ലെ, സിന്ധു ആണ്. ചൈനീസ് ആണെങ്കിൽ ഏതാണ്? ഹൊയാങ് ഹോ നദിയാണ്, ഹൊയാങ് ഹോ. ഇത് ചിലപ്പോ എന്തായിട്ട് വരാം? ചേരുംപടി ചേർക്കുക എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ മെസപ്പൊട്ടോമിയയിലെ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികളും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. വെങ്കലയുഗ സംസ്കാരങ്ങളിൽ നദീതടങ്ങൾ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ നേരത്തെ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലെ. എന്താണ് ഈ പറയുന്ന? ഫലപുഷ്ടമായ മണ്ണ്, ജലലഭ്യത, അനുകൂലമായ കാലാവസ്ഥ, ഇതൊക്കെയാണ് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടത്? കൃഷി ചെയ്യാൻ ആവശ്യം വേണ്ടത്. അത് കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവർ അതിന്റെ ചോട്ടിൽ തന്നെ താമസമാക്കാനും തുടങ്ങിയത്. അപ്പൊ ഇനി ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നത്? 2 നദികളാണല്ലേ. ഏതൊക്കെയാണ്? യൂഫ്രട്ടീസ് നദിയും അതേപോലെ തന്നെയാണ് ടൈഗ്രീസ് നദിയും. ടൈഗ്രീസ് പേര് പഠിച്ചു വെക്കണേ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ എവിടെയാണിത്? ഇറാഖിന്റെ ഭാഗമാണ് ഈ പ്രദേശം. ഇനി അവിടുത്തെ 4 പ്രധാനപ്പെട്ട സംസ്കാരങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഇതിനെ കൂട്ടത്തിൽ പെടാത്തതായിരുന്നു. എന്തൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. എന്തൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നീ 4 സംസ്കാരങ്ങളാണ് ചേരുന്നതാണ് ഈ പറയുന്ന മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ കൂട്ടത്തിൽ കൂടാത്തത് ഏത്? അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട്, അങ്ങനെ ആ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ഏതൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കോഡ് വെച്ച് നോക്കിയാൽ സുമയും ബാബുവും കൂടി അസീസിന്റെ കാലെ പിടിച്ചു. ഓർത്ത് വെച്ചോ, സുമയും ബാബുവും കൂടി അസീസിന്റെ കാലെ പിടിച്ചു. അപ്പൊ എന്താണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. സുമയും ബാബുവും അസീസിന്റെ, അപ്പൊ എന്ത് വരും? അസീറിയൻ കാലെ പിടിച്ചു. കാൽഡിയൻ സംസ്കാരം. 4 സംസ്കാരങ്ങളിൽ 4ഉം ഇങ്ങനെ തന്നെ പഠിക്കണം. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഇൻടെക് അങ്ങനെയൊക്കെ കുറച്ച് സംസ്കാരങ്ങൾ പഠിക്കാനുണ്ട്. അതും കയറി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. മെസപ്പൊട്ടോമിയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇത്. സുമയും ബാബുവും കൂടി അസീസിന്റെ കാലിൽ പിടിച്ചു. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. നഗരജീവിതവും എഴുത്തുവിദ്യയും. ഓക്കെ, മെസപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യത്തെ ജനത ആരായിരുന്നു? സുമേറിയക്കാരായിരുന്നു അല്ലെ. മെസപ്പൊട്ടോമിയ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉറൂക്ക് ലഗാഷ്. ചോദിച്ചിട്ടുണ്ട്. ഉറൂക്ക് ലഗാഷ് ഏതാണ്? മെസപ്പൊട്ടോമിയ സംസ്കാരത്തിലെ നഗരങ്ങളുടെ പേരാണ് ഉറൂക്ക് ലഗാഷ്.
മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് വിദ്യ അറിയപ്പെട്ട പേരാണ് ക്യൂണിഫോം. ക്യൂണിഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സുമേറിയക്കാരാണ് ക്യൂണിഫോ ലിപി. അപ്പൊ എന്താണ്? മെസപ്പൊട്ടോമിയയിലെ ഒരു സംസ്കാരമാണ് സുമേറിയ. ഇവരുടെയാണ് എന്ത്? ക്യൂണിഫോം എന്ന് പറയുന്ന ലിപി. അപ്പൊ മെസപ്പൊട്ടോമിയ ചിലപ്പോൾ തരുന്നത് ക്യൂണിഫോ ലിപി താഴെ പറയുന്ന ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈജിപ്ഷ്യൻ, മറ്റേ ചൈനീസ്, അതേപോലെ തന്നെ ഹാരപ്പൻ എന്നൊക്കെ പറഞ്ഞു തരും. ഹാരപ്പൻ, മെസപ്പൊട്ടോമിയ. അപ്പൊ അതേതാണ്? മെസപ്പൊട്ടോമിയ. ചിലപ്പോൾ ഇതിൽ സുമേറിയൻ എന്നും പറഞ്ഞു തരും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സുമേറിയൻ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് വിദ്യ ക്യൂണിഫോ. ഇനി നമുക്കൊരു ഹൈറോഗ്ലിഫിക്സ് വരാനുണ്ട്. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. കണ്ടോ? സുമേറിയക്കാരാണ്. ചിലപ്പോ അത് ചോദിക്കാം. ക്യൂണിഫോം ലിപി വികസിപ്പിച്ചെടുത്തത് ആരാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്ന് ചോദിക്കാം. ഏതാണ്? സുമേറിയക്കാരാണ്. ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത്. കണ്ടോ? ഓരോരോ വെഡ്ജ് ഷേപ്പ്ഡ് ആണ്. കളിമൺ ഫലകങ്ങളിലാണ് ഇവർ എഴുതിയിരിക്കുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങൾ എഴുതാനായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. ചാന്ദ്ര പഞ്ചാംഗം, ലൂണാർ, സൂര്യഗ്രഹണവും ചാന്ദ്രഗ്രഹണവും കണക്കാക്കി. ഹരണനവും ഗുണനവും. അതേപോലെ അവരുടെ നിയമമായിരുന്നത് സുമേറിയൻ ഭരണാധികാരി ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമ്മുറാബി നിയമസംഹിത. ഇമ്പോർട്ടന്റ് ആണ് ഹമ്മുറാബി നിയമസംഹിത. എന്താണ്? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. അതാണ് ഹമ്മുറാബി നിയമസംഹിത എന്ന് പറയുന്നത്. നമ്മൾ ബേസിക്കലി പറയുന്നത്. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു ആര്? ഹമ്മുറാബി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണിത്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിത ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. കണ്ണിനു കണ്ണ്, പല്ലിനു പല്ല് എന്ന ശിക്ഷാരീതിയാണ് ഈ നിയമസംഹിതയിൽ പറയുന്നത്. ഓക്കെ, ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു ആര്? ഹമ്മുറാബി. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. എന്താണ്? സുമയും ബാബുവും കൂടി അസീസിന്റെ കാല് പിടിച്ചു. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. അത് പ്രത്യേകം പറയുന്നത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് സിഗ്രാത്തുകൾ. എന്താണ് സിഗ്രാത്തുകൾ എന്ന് പറയുന്നത്? മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ, അല്ലെ? അവരുടെ പള്ളിയും അമ്പലവും ഒക്കെ എന്തായിരുന്നു? അതിന് പറയുന്ന പേരാണ് സിഗ്രാത്ത്. സിഗരറ്റ് അല്ല, സിഗ്രാത്ത്. പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഉർ നഗരത്തിലെ സിഗ്രാത്ത് ഇന്നും സംരക്ഷിക്കപ്പെട്ടിരുന്നു. നമ്മൾ പറഞ്ഞു മെസപ്പൊട്ടോമിയയിലെ 3 പ്രധാന നഗരങ്ങളാണ് ഉർ, ഉറൂക്ക്, ലഗാഷ്, അല്ലെ? അപ്പൊ അവിടുത്തെ ഏതാണ്? ഉർ നഗരത്തിലാണ് ഈ പറയുന്ന ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന സിഗ്രാത്ത് ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇനി എന്താന്ന് നോക്കിക്കേ. നെക്സ്റ്റ് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം. അപ്പൊ നമ്മുടെ മെസപ്പൊട്ടോമിയ കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ഈജിപ്ഷ്യൻ ആണ്. ഏത് നദീതീരമായിരുന്നു? നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്, അല്ലെ? ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരമാണ് കെയ്റോ. കണ്ടോ? അടുത്ത നഗരം വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉറൂക്ക് ലഗാഷ് പഠിക്കണം. ഉറൂക്ക് ലഗാഷ് എവിടെയാണ്? മെസപ്പൊട്ടോമിയ. കെയ്റോ എവിടെയാണ്? ഈജിപ്റ്റ്. ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ കെയ്റോ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതൊക്കെയാണ്? ചിലപ്പോൾ ചോദിക്കാം ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, അല്ലെങ്കിൽ അങ്ങനെ 4 തരാം. അല്ലെങ്കിൽ ചോദിക്കാം ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നഗരം ഏത്? ഉറൂക്ക്, ലഗാഷ്, കെയ്റോ തരാം. കണ്ടോ? അങ്ങനെ അതിനാണ് ഈ നഗരങ്ങളുടെ പേര് എടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞത്. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? ഫറവോ, അല്ലെ? എന്താണ്? ഫറവോ. ഈ സംസ്കാരത്തിലെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. എന്തൊക്കെയായിരുന്നു അവിടെ? ഗോതമ്പുണ്ട്, ബാർലിയുണ്ട്, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവയ്ക്ക് നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതിനാലാണ് നൈലിന്റെ ദാനം എന്ന് ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നൈലിന്റെ ദാനം ഏതാണ്? ഈജിപ്താണ്. ചോദിച്ചിട്ടുണ്ട്. പിരമിഡുകൾ എന്താണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. ഇനി എന്താണ്? മമ്മികള്. എന്താണ്? മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായമാണ് ഈജിപ്തുകാർക്കുണ്ടായിരുന്നത്. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് മമ്മി എന്നറിയപ്പെടുന്നത്. ഫറവോ ആയിരുന്ന ആരാണ്? തൂത്തൻഖാമന്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. ഇങ്ങനെ പിരമിഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അതായത് അഴുകി പെട്ടെന്നൊന്നും ചീത്തയായി പോകാതിരിക്കാത്ത വിധത്തിൽ നല്ല സെറ്റാക്കി പൊതിഞ്ഞൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നത്. നമ്മൾ മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ പറഞ്ഞു, അല്ലെ? ഇനി എന്താണ്? ക്യൂണിഫോം പറഞ്ഞു. ഇനി എന്താണ് നമുക്ക് വരേണ്ടത്? ഈജിപ്തിലെ അവിടുത്തെയാണ് എന്താ? ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്, അല്ലെ? എന്താണ് അതിന്റെ മീനിങ്? വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. എന്താണ്? വിശുദ്ധമായ എഴുത്ത്.
ചിഹ്നവും അക്ഷരവും ചേർന്നതാണ്. മറ്റേതെന്താണ്, നമ്മൾ വെഡ്ജ് ആപ്പിന്റെ ആകൃതിയിലാണ്. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഇവ വായിച്ചിരുന്നത്. നമ്മളെല്ലാം വായിക്കുന്നത് എങ്ങനെയാണ്? ഇടത്ത് നിന്നും അല്ലെ. മെസപ്പൊട്ടോമിയയിലേതുപോലെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. ഇടത്ത് നിന്ന് നമ്മൾ വലത്തോട്ട് വായിക്കണം. പക്ഷെ എന്താണ്, അറബി വായിക്കില്ലേ? വലത്ത് നിന്ന് ഇടത്തോട്ട്. ഇങ്ങോട്ടേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ത് ചെയ്യേണ്ടത്? വായിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞത്? ഈജിപ്തുകാരുടെ ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. വിശുദ്ധമായ എഴുത്തെന്നാണ് അതിന്റെ പേര്. ഈജിപ്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു കെയ്റോ. അവിടുത്തെ രാജാക്കന്മാർ എന്തായിരുന്നു? ഫറവോമാരായിരുന്നു. പിന്നെന്താ? പിരമിഡിനെ പറ്റി പറഞ്ഞു, മമ്മിയെ പറ്റി പറഞ്ഞു. ചിഹ്നവും അക്ഷരങ്ങളൊക്കെയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് പറയുന്നത്. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് ഇത് വായിച്ചിരുന്നത്. ഇനി ആ സമയത്തെ ശാസ്ത്ര നേട്ടങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാന്ന് നോക്കിക്കേ. ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത് 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ ഉൾപ്പെട്ടിരുന്നത്. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളും കൂട്ടത്തി 5 ദിവസം കൂടി കൂട്ടിച്ചേർക്കും. അല്ലാണ്ട് അതിന് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടൊന്നുമല്ല. എല്ലാ 12 മാസങ്ങളിലും എന്താണ്? 30 ദിവസം ഉണ്ട്. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യും? ഒരു 5 ദിവസം കൂടി കൂട്ടിച്ചേർക്കും. അവർക്കും എന്താണ് 365 തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെയായിരുന്നു എന്ന് മാത്രം. നെക്സ്റ്റ് പറയുന്നത്, അപ്പൊ നമ്മൾ മെസപ്പൊട്ടോമിയ കഴിഞ്ഞു, ഈജിപ്ഷ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? ചൈനീസ് ആണ്. നോക്കിക്കേ. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. ഹൊയാങ്ഹോ ചൈനീസ് സംസ്കാരം, നൈല് ഈജിപ്ഷ്യൻ സംസ്കാരം, യൂഫ്രട്ടീസ് ടൈഗ്രിസ് എന്താണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരം. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിന്റെ അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. നെക്സ്റ്റ് പറയുന്നത് എഴുത്തുവിദ്യയാണ്. ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ എന്തുണ്ടായിരുന്നു? എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം അവർ എന്താണ്? ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ മെസപ്പൊട്ടോമിയയിൽ നമ്മൾ പറഞ്ഞു വെഡ്ജ് ഷേപ്പിലാണ്. ഈജിപ്തിൽ നമ്മൾ പറഞ്ഞു ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചത്. ഇവിടെ എന്താണ്? ചിത്രങ്ങളാണ് ചൈനയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് ഹാരപ്പൻ സംസ്കാരം. 4ാമത്തെ സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. വെങ്കലയുഗത്തിൽ നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് സിന്ധു നദീതടം. ചൈന ഹൊയാങ്ഹോ, ഈജിപ്ഷ്യൻ സംസ്കാരം നൈല്, മെസപ്പൊട്ടോമിയൻ യൂഫ്രട്ടീസ് ടൈഗ്രിസ്, ഹാരപ്പൻ ആണെങ്കിൽ സിന്ധു. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. ഹാരപ്പയാണ് ഈ ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതീരത്തായതിനാൽ ഇവിടെ എന്ത് വിളിക്കും? ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്നും വിളിക്കുന്നുണ്ട്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം നിലവിൽ വന്നത്, അല്ലെ, വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ 1ാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇന്ത്യയിലെ 1ാം നഗരവൽക്കരണം എന്ന് വിശേഷിക്കപ്പെടുന്ന സംസ്കാരം ഏതാണ്? സിന്ധു നദീതട സംസ്കാരമാണ്, അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരമാണ്. നോക്കിക്കേ, ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുടെ പേരാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഹാരപ്പൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ഏതാണ്? മോഹൻജദാരോയാണ്. മോഹൻജദാരോ. പിന്നെ എന്താണ്? മോഹൻജദാരോ ഉണ്ട്, കാലിബംഗനുണ്ട്, ലോഥലുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ എന്തുണ്ട്? ഹാരപ്പയുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട വ്യക്തിയാണ് ആര്? ജോൺ മാർഷൽ. ആരാണ് ജോൺ മാർഷൽ എന്ന് പറയുന്നത്? ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 1902 മുതൽ 28 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ആര്? ജോൺ മാർഷൽ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ നേതൃത്വം നടത്തിയ ഗവേഷണങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തെ നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ ഹാരപ്പൻ സംസ്കാരം ആരാണ്? സർ ജോൺ മാർഷൽ ആണ്. നഗരങ്ങളാണ് നമ്മൾ ഏതൊക്കെയാ പറഞ്ഞ? മോഹൻജദാരോ പറഞ്ഞു, ലോഥൽ പറഞ്ഞു, ഹാരപ്പ പറഞ്ഞു, പിന്നെ ഏതായിരുന്നു ഓർമ്മ കൂടി? കാലിബംഗൻ പറഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് പറയുന്ന നഗരാസൂത്രണമാണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ടൗൺ പ്ലാനിങ് അഥവാ നഗരാസൂത്രണം എന്ന് പറയുന്നത്. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായി അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുറ്റെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കി കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെ അഴുക്കുചാലുകളുടെയും ആസൂത്രണം. ആലോചിച്ച് നോക്കിയാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അവരെത്ര എന്താണ് പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത്. മോഹൻജദാരോയിലെ വലിയ കുളം, ഗ്രേറ്റ് ബാത്ത്, ഇത് ചോദിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് മോഹൻജദാരോ.
വലിയ കുളം അഥവാ ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയത് എവിടെന്നാന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടാ. മോഹൻജദാരോയാണ് ഈ നഗരത്തിലെ ഏറ്റവും സവിശേഷതമായ നിർമ്മിതി. ഈ കുളത്തിലേക്ക് ഇറങ്ങുവാൻ ഇരുവശങ്ങളും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ശുദ്ധജലം നിറക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുകാനുമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ധാന്യപുര ഗ്രാനറി, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാരപ്പ സംസ്കാരത്തിൽ നിന്ന് ലഭിച്ചാണെന്ന് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ഗുജറാത്തിലെ രംഗ്പൂർ, ലോത്തൽ എന്നിവിടങ്ങളിൽ നിന്ന് നെൽകൃഷി ചെയ്തതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്ര ശേഷിപ്പുകളാണ് ധാന്യപുര. ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. ഇതാണ് ധാന്യപുര എന്ന് പറയുന്നത്. നെക്സ്റ്റ് കരകൗശല വിദ്യയാണ്. അന്നത്തെ ആൾക്കാർ എന്താണ് ഈ പറയുന്നുണ്ടോ, കളിപ്പാട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്, മുദ്രകൾ ലഭിച്ചിട്ടുണ്ട്, ആഭരണങ്ങള്, മൺപാത്രങ്ങള്, വെങ്കല പ്രതിമ, അങ്ങനെ പല സാധനങ്ങളും നമ്മുടെ ഈ പറയുന്ന ഹാരപ്പയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കണ്ട, മുദ്രകള്, കളിപ്പാട്ടങ്ങള്, അതേപോലെ എന്താണ് പ്രതിമകൾ ഉണ്ടാക്കിയിരുന്നു, ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു, മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇനി എന്താ നോക്കിക്കേ, സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഹാരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം ഹാരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നവയായിരുന്നു. ഹാരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നു. അതൊന്നും പേരില്ല കേട്ടോ. നമുക്ക് പേര് പഠിക്കേണ്ടത് ഈ പറയുന്ന ക്യൂണിഫോമും ഹൈറോഗ്ലിഫിക്സുമാണ്. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഏകദേശം BCE 1900 കൂടി ഹാരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയെ സംബന്ധിച്ച് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, കാലാവസ്ഥാ വ്യതിയാനം, നിരന്തരമായി ഉണ്ടായ പ്രളയം, ഭൂമിയുടെ അമിത ഉപയോഗം, വനനശീകരണം ഒക്കെ കൊണ്ട് എന്ത് സംഭവിച്ചു? ഈ പറയുന്ന ഹാരപ്പൻ സംസ്കാരം മൊത്തത്തിൽ അങ്ങ് തകർന്നു. പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായ പ്രവൃത്തിയാണ്. എഴുതപ്പെട്ട തെളിവുകൾ ഒന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടങ്ങളിലെ മനുഷ്യരെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തുക്കൾ, തെളിവുകൾ മാത്രമാണ് നമുക്ക് ആശ്രയം. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്ത് ചരിത്രകാരന്മാർ മനുഷ്യരുടെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗകാലത്തെ മനുഷ്യരെക്കുറിച്ച് നമ്മോട് പറയുന്നു. നവീന ശിലായുഗ കാലത്തെ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. വെങ്കലയുഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ അക്കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തന്നു. പ്രാചീന സംസ്കാരങ്ങൾ രൂപപ്പെട്ടിരുന്ന രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിന്റെ അടിത്തറ. ഭൂതകാലത്തെക്കുറിച്ച് ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഭാവിയിലേക്ക് ചവിട്ടുപടിയാക്കാം. അല്ലെ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വരുന്ന ജനറേഷൻ ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഡിജിറ്റലായിട്ടൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എഴുത്തുവിദ്യ പോലും മര്യാദക്ക് രൂപം കൊടാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോന്നായി പറയുന്ന ഫോസിലുകളിലൂടെയൊക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് ഈ പറയുന്ന ചരിത്രം, മനുഷ്യന്റെ ഉൽപ്പത്തി എങ്ങനെയായിരുന്നു മുതലുള്ള ചരിത്രം നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. നല്ല രീതിക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്